നമസ്കാരം, ധൂമിലേക്ക് സ്വാഗതം. റോക്ക് സ്റ്റാറിലെ നായകൻ ഗായകൻ കൂടിയായ സിദ്ധാർത്ഥ് മേനോനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്ന നടൻ ദിവ്യദർശനുമാണ് ഇന്ന് ധൂമിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. രണ്ടുപേർക്കും സ്വാഗതം. നല്ല ചുറുചുറുക്കുള്ള യുവരക്തമാണ് മുന്നിലിരിക്കുന്നത്. ചിത്രം റോക്ക് സ്റ്റാർ തിയേറ്ററിൽ എത്തിയിരിക്കുന്നു. ആദ്യ ചിത്രമാണ്. അതെ. എന്തായിരുന്നു, തിയേറ്ററിൽ പോയി കണ്ടല്ലോ? ഞാൻ തിയേറ്ററിൽ പോയി കണ്ടില്ല ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. എനിക്ക് പേടിയായിരുന്നു, പക്ഷേ എനിക്ക് റെസ്പോൺസ് കിട്ടിയത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയി ഞാൻ റെസ്പോൺസ്. ദിവ്യയാണ് ആക്ച്വലി എന്നെ വിളിച്ച് പറഞ്ഞത്, സിദ്ധു കൊള്ളാടാ നീ, അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഭക്ഷണം കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല, ലഞ്ചും കഴിക്കാണ്ടിരിക്കുകയായിരുന്നു ഞാൻ. എന്തായിരിക്കും സിറ്റുവേഷൻ, ഭയങ്കര ടെൻഷനിലായിരുന്നു. പക്ഷേ നല്ല റിവ്യൂസ് കിട്ടി, നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, വെരി ഹാപ്പി. ദിവ്യദർശൻ കണ്ടല്ലോ തിയേറ്ററിൽ പോയിട്ട്, സുഹൃത്തിന്റെ ചിത്രം കൂടി. എങ്ങനെയായിരുന്നു നമ്മുടെ ക്രൗഡിന്റെ ഒക്കെ ഒരു? ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇവൻ ഇത്ര നന്നായിട്ട് അഭിനയിക്കുമെന്ന് ഫസ്റ്റ്. അതുകൊണ്ട് തീരെ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയി കണ്ടത്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിച്ചു കളഞ്ഞു. നല്ല എന്താ പറയുക, ഭയങ്കര നാച്ചുറൽ ആയിട്ട് നല്ലൊരു മെച്യൂർഡ് ആക്ടിങ് ആയിരുന്നു പുള്ളിക്കാരൻ കാഴ്ചവെച്ചത്. നല്ല എന്താ പറയുന്ന ഒരു ഭയങ്കര ഒരു നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. സിദ്ധാർത്ഥ ഒരു ഗായകൻ കൂടിയാണ്, അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാതെ അഭിനയിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രം കൂടിയാണ്. സംഗീതത്തിന്റെ ഒരു അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. കാരണം ചുമ്മാ നമ്മൾ വിചാരിക്കും ഫുൾ ഒരു മ്യൂസിക് ഓറിയന്റഡ് മൂവിയാണ്, ബട്ട് അങ്ങനെയല്ല. ഭയങ്കര ഒരു എന്താ ഒരു മെസ്സേജും പിന്നെ ഒരു ഫാമിലി വാല്യൂസും എല്ലാം ഉള്ള ഒരു എന്താ പറയുക ഒരു ടോട്ടൽ പാക്കേജ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. സിദ്ധാർത്ഥ് VKP ചിത്രമാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായിട്ട് പുനരധിവാസം എന്ന് പറഞ്ഞൊരു ചിത്രം VKPയുടേതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വളരെ കലാമൂല്യമുള്ളൊരു സിനിമയാണത്. അതുപോലെ അത് സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ്റെ കൂടെ ആദ്യമായിട്ടൊരു ചിത്രത്തിൽ മുഖം കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു അല്പ ആശങ്കയുണ്ടാവും, പേടിയുണ്ടാവും. അങ്ങനെയൊക്കെ തോന്നിയോ? അതോ നിങ്ങളെക്കാൾ ഒരു പക്ഷേ യുവരക്തം ഓടുന്ന ഒരു വ്യക്തിയാണ് VKP എന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, അത് നോ ഡൗട്ട്. കാരണം ഞാൻ എന്താ പറയാ, സത്യം പറഞ്ഞാൽ VKP സാർ പോലെ ഒരു എനർജറ്റിക് പേഴ്സൺ കണ്ടിട്ടില്ല. ആ സെറ്റില് കുറെ ദിവസമൊക്കെ 2 AM 3 AM ഒക്കെ 2-3 ദിവസം പോയിരുന്നു ഷൂട്ടൊക്കെ. ഞങ്ങളൊക്കെ ഫുൾ ടയർഡായിട്ട് ഇങ്ങനെ ആയിരിക്കും, പക്ഷെ VKP സാർ ഫുൾ എനർജറ്റിക് ആയിരിക്കും. അപ്പോൾ അതാണ് VKP സാർ. പിന്നെ VKP സാർ ഇടയ്ക്ക് വിചാരിക്കും നമ്മളല്ല ഇവിടെ ഏറ്റവും യങ് ആയിട്ടുള്ള എല്ലാവരും യങ്സ്റ്റേഴ്സ് ആണ്, അപ്പൊ ഞങ്ങളെക്കാട്ടി ചെറുപ്പമായിട്ടാണ് VKP നിൽക്കുന്നത്. ഇതൊക്കെ ഈ പ്രായത്തില് അങ്ങനല്ല, ഇപ്പോഴേ എണീക്കാനൊക്കെ ഭയങ്കര വയ്യ, നടുവേദന, ഇതൊക്കെ പുള്ളിക്കാരി ഫുൾ ചാടി ഓടിയൊക്കെ നടക്കുന്നത്. പിന്നെ VKP സാർ ഈ പടത്തിന് വിളിച്ചപ്പോൾ ഒബ്വിയസ്ലി VKP സാർ വിളിക്കുമ്പോൾ ആരും പറയില്ലല്ലോ. കാരണം ഇത്ര വലിയൊരു ഡയറക്ടർ നമ്മളെ വിളിക്കുമ്പോൾ, പിന്നെ രതീഷ് നമ്പ്യ പ്രൊഡ്യൂസർ, അങ്ങനെ എനിക്ക് തോന്നുന്നു ഇത്ര നല്ല പ്രൊഡ്യൂസർ നമുക്ക് മലയാളത്തിൽ കിട്ടില്ല അല്ലേ. എനിക്ക് പേഴ്സണലി ഫോർ മീ ഐ ഫീൽ റിയലി ബ്ലെസ്ഡ്. ഇങ്ങനത്തെ ഒരു ലോഞ്ച് എനിക്ക് കിട്ടിയതിന് താങ്ക് യു സോ മച്ച്. ദിവ്യദർശൻ എങ്ങനെയുണ്ടായിരുന്നു? ദിവ്യദർശന് എന്റെ ക്യാരക്ടർ ആക്ച്വലി നിങ്ങൾ പടം പോയി കാണണം. അതെ, അതൊരു സീക്രട്ട് അല്ലത് ദിവ്യ. ശരിക്കും ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യുന്ന പറഞ്ഞിട്ട് VKP പറഞ്ഞത്. ഗസ്റ്റ് റോൾ ഒരു സീൻ ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ കുഴപ്പമില്ല ചെയ്യാം, VKPയുടെ പടമല്ലേ. അപ്പൊ ചെന്നപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേ സ്റ്റൈലിസ്റ്റ് ആണ്. ഈ ഫാഷൻ സ്റ്റൈലിസ്റ്റ് പോലെ ഗേ സ്റ്റൈലിസ്റ്റ് ആണ് റോള്. അപ്പം ഈ രൂപയെ വേറെ അതിനകത്ത് പടത്തില്ലാത്ത മനസ്സിലാവില്ല, ദിവ്യാണെന്ന് മനസ്സിലാവില്ല. കണ്ടിട്ട് മനസ്സിലാകാത്ത രീതിയിൽ അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. അതെ അതെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് സീൻ ഒരു സലൂണിലായിരുന്നു ഞങ്ങളുടെ ഒരു സീൻ. ആൻഡ് ഇറ്റ് വാസ് വെരി ഫൺ. എല്ലാവരും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ചിരിച്ചത് ആ സീനായിരുന്നു തോന്നുന്നു. മൊത്തം സെറ്റ് ചിരിച്ചതൊരു, അത് നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ പെട്ടെന്ന് ജെല്ലായി ആൻഡ് വി സ്റ്റിൽ മീറ്റ് ഈച്ച് അതർ, സോ ഇറ്റ് വാസ് ഫൺ. സിദ്ധാർത്ഥന് നമ്മുടെ രക്തത്തിൽ തന്നെ സംഗീതം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. മുംബൈയിലായിരുന്നു കുറേ കാലം. ദിവ്യദർശൻ എടുക്കുകയാണെങ്കിൽ കലാകുടുംബാണ്. മുത്തശ്ശൻ O മാധവൻ തൊട്ടിട്ട് മുത്തശ്ശി ആയാലും മുകേഷ്, ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു അതിഥി മേത്തിൽ ദേവികയാണെങ്കിൽ പോലും പുതിയ നാടകം ഇറങ്ങിയിരിക്കുന്നു നാഗ. ഒരു കലാകുടുംബത്തിലാണ് ദിവ്യദർശൻ. ദിവ്യദർശന് VKP പോലുള്ള ഒരു സംവിധായകൻ്റെ കയ്യിൽ നിന്ന് എന്താ പഠിക്കാൻ പറ്റിയത്? VKP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ബാച്ച്മേറ്റും കൂടിയാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ. അപ്പം പണ്ടുതൊട്ടേ അറിയാം, എന്നാലും അത്ര ക്ലോസ് ആയിട്ട് എന്താണ് VKP എന്നറിയുന്ന ഈ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം. കാരണം ഞാൻ വളരെ ചുരുക്കം പടങ്ങളെ അഭിനയിച്ചിട്ടുള്ളൂ.
സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷെ കാരണവരില് വലിയ ഇത് റോൾ ചെയ്ത വ്യക്തിയാണ്. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരൻ്റെ കൂടെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു രസമുള്ള ഒരു അനുഭവം. വി കെ പി ഡയറക്റ്റ് ചെയ്യുമ്പോൾ, കാരണം നമുക്ക് മാക്സിമം ഫ്രീഡം ഉണ്ട്. നമുക്കിപ്പം അങ്ങനെ ഒരു സജഷനായിട്ട് അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള അറിയാതെ വന്നാലും പുള്ളിക്കാരൻ അത് ഭയങ്കരമായിട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്യും, ലൈക്ക് അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഭയങ്കര എനർജി വരും. നമുക്ക് തന്നെ തോന്നും നമ്മൾ ഇത്ര നന്നായിട്ട് ചെയ്തു, അങ്ങനെ അത് അറിയാം നന്നായിട്ട്. അതെ അതെ, സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൽ ആക്ടിങ് ചെയ്തിട്ടില്ല, ഞാൻ ബിഹേവ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ആക്ടിങ് ചെയ്യാൻ പോകുമ്പോൾ വി കെ പി സാർ പറയും നീ ആക്ടിങ് ചെയ്യണ്ട, നീ ഇങ്ങനെ തന്നെ സംസാരിച്ചാൽ മതി, ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്താൽ മതി. അപ്പോൾ അതായിരുന്നു വി കെ പി സാർ. കാരണം എനിക്ക് പേഴ്സണലി ഇപ്പോൾ എൻ്റെ മലയാളം എങ്ങനെയാണ് എല്ലാവർക്കും അറിയല്ലോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ പടം ചെയ്യണ മുമ്പ് എനിക്ക് പേടിയെന്ന് പറഞ്ഞത്, ദൈവമേ മൊത്തം മലയാളം സ്ക്രിപ്റ്റൊക്കെ ബൈ ഹാർട്ട് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും ഞാൻ ഭയങ്കര ടേക്ക് ഒക്കെ എടുക്കും. അതെ, ഞാൻ തന്നെ ഡബ് ചെയ്ത്. അപ്പോൾ അതായിരുന്നു എനിക്ക് പേടി. പക്ഷേ സെറ്റിൽ പോയപ്പോൾ ഭയങ്കര ഒരു വേറെ അറ്റ്മോസ്ഫിയർ ആയിരുന്നു, ഭയങ്കര ഒരു ചിൽ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. സോ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഹിം. സിദ്ധാർത്ഥിനെ നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ കൂടുതൽ അറിയുന്നത് മന്ദാര ചെപ്പുണ്ടോ? ഇപ്പോഴും നമ്മൾ ആദ്യം ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് രണ്ടുപേരെ ഇരുത്തിയിട്ട് ഈ സിദ്ധാർത്ഥിനെ കൊണ്ട് എന്താണ് രണ്ടുപേരും മൂളിപ്പിക്കുന്നത്? സിനിമ റോക്ക് സ്റ്റാർ ആണെങ്കിലും അവിടെ സംഗീതം എവിടെ ഇറങ്ങിയാലും സിദ്ധാർത്ഥ് ഇപ്പം ചുമ്മാ വെറുതെ പറഞ്ഞല്ലേ എന്താന്ന് ഒരു പാട്ട് പാടിയിട്ടു പല സ്ഥലത്തും പറയാതെ തന്നെ അങ്ങോട്ട് പാടും. ഇറങ്ങിയിട്ട് ഫസ്റ്റ് തന്നെ പാടുക, പറച്ചിലിനെക്കാളും പാട്ടായിരിക്കും. ഫസ്റ്റ് പാടിയിട്ട് പിന്നെ സംസാരിക്കും, പരിചയപ്പെടില്ലെങ്കിൽ ഉള്ളൂ. സിദ്ധാർത്ഥ, ഞാൻ റോക്ക് സ്റ്റാറിന്റെ പാട്ട് തന്നെ പാടാം. ഇതിൽ ഞാനൊരു പാട്ട് പാടിട്ടുണ്ട്. നീ പാടിക്കോ. എനിക്ക് ഞാൻ അറിയാത്ത പരിപാടിക്ക് നിൽക്കുമെന്ന് അമ്മ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ള ആൾക്കാർക്കുള്ള സ്നേഹങ്ങളായിരുന്നു. നീ തന്നെ പഠിക്കും. മേലെ മായാജാലം കുട പോലെ നീലാകാശം പതിവായി മിന്നിയ താരം ഈ താഴെ വന്നൊരു നേരം. മേലെ മായാജാലം കുട പോലെ നീലാകാശം പതിവായി മിന്നിയ താരം ഈ താഴെ വന്നൊരു നേരം. പുതിയ പുതിയ പുതുലോകം പുലരും, പുതിയ പുതിയ പുതുലോകം, പുതിയ പുതിയ പുതുവാനം തെളിയും, പുതിയ പുതിയ പുതുവാനം. കേട്ട് കഴിഞ്ഞാൽ നിർത്താൻ പറയാൻ പറ്റില്ല. ഇത് സിനിമയില് ഇവൻ തന്നെ പാടിയിട്ടുള്ള പാട്ടാണ്. അതൊരു ഭാഗ്യമാണ് അല്ലേ? നമ്മൾ അഭിനയിക്കുക, അതിനനുസരിച്ച് ചുണ്ട് ചലിപ്പിക്കുക, നമ്മൾ ഡബ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് സിനിമയുടെ എല്ലാ വശങ്ങളും അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത്. സിദ്ധാർത്ഥിന് ഒരു ഭാഗ്യം കൂടി ലഭിച്ചിട്ടുണ്ട്. കാരണം ഒരു ഗുരുതുല്യനെ പോലെ കാണുന്ന ശ്രീ എം ജയചന്ദ്രന്റെ കൂടെ അഭിനയിക്കാൻ, അതും അദ്ദേഹം ഒരു സീനിലെ പാട്ട് പാടി ഒരു റോക്ക് സ്റ്റാർ ആയിട്ട് തന്നെ ഉണ്ട്. അത് ഗുരുവായിട്ട് തന്നെ അഭിനയിക്കുന്നത് സാർ. അതെ, ഐ മീൻ എം ജയചന്ദ്രൻ സർ മാത്രമല്ല, കൃഷ്ണചന്ദ്രൻ സാറും ഉണ്ട് ഈ പടത്തില്. അപ്പോൾ കൃഷ്ണചന്ദ്രൻ സാർ മാനേജറാണ്, എം ജയചന്ദ്രൻ സാർ എന്നെ ഗുരുവായിട്ടാണ്. അപ്പോൾ ഇറ്റ് വാസ് ഫൺ. കാരണം ഒരു മ്യൂസിക് ഓറിയന്റഡ് പടമാണ്. ഒരു കുറെ മ്യൂസീഷ്യൻസ് ഉണ്ട് ഇതിൽ. മ്യൂസിക് ഡയറക്ടറിനെ കുറിച്ച് പറഞ്ഞാൽ 3 മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, പ്രശാന്ത് പിള്ളൈ, രഞ്ജിത്ത് മേലപ്പാട്ട് ആൻഡ് എം ജയചന്ദ്രൻ സാർ ഹിംസെൽഫ്. സോ ഇറ്റ് വാസ് ഫൺ വർക്കിംഗ് വിത്ത് ദം. ആൻഡ് എം ജയചന്ദ്രൻ സാറിനെ ആദ്യമായിട്ട് സത്യം പറഞ്ഞാൽ സംസാരിക്കുന്നത് സെറ്റിലാണ്. ഞാൻ ഭയങ്കര ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഹിം. ഹി വാസ് വെരി സ്വീറ്റ് ടു മീ ആൻഡ് ഐ ഹാഡ് ഫൺ. നമുക്ക് നായികയെ കുറിച്ച് പറയണം, ഇവ പവിത്രൻ. അത് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു, അത് കാണുമ്പോൾ ഓഡിയൻസിന് മനസ്സിലാവും. കാരണം ഒരു കുറച്ച് നല്ല ടഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണത്. പിന്നെ നല്ലതായിട്ട് അഭിനയിച്ചാൽ മാത്രം നിൽക്കുന്ന ഒരു സ്റ്റോറി ലൈനാണ്. കാരണം ഹീറോയിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കഥയാണ്. അത് എന്താ പറയുക, വളരെ മനോഹരമായിട്ടും നന്നായിട്ട് ഇവ ചെയ്തിട്ടുണ്ട്. അതെ അല്ലേ? അതെ അതെ. ഇവനെ കുറിച്ച് എന്നെ പറഞ്ഞാൽ, ബിക്കോസ് ഷീ ഈസ് ഓൾസോ ഫ്രം ബോംബെ, ഐ ആം ഓൾസോ ഫ്രം ബോംബെ. ഇവൻ രാജശ്രീ ദ റൈറ്റർ ഈസ് ഫ്രം ബോംബെ. അപ്പം ഞങ്ങളുടെ ആ ഒരു ഹിന്ദി കംഫർട്ട് സോൺ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹിന്ദിയിലൊക്കെ സംസാരിച്ചു. അങ്ങനെയാണ് ഞങ്ങളൊരു കംഫർട്ടബിൾ. ഇവ പറഞ്ഞിട്ടുണ്ട് സിദ്ധാർത്ഥ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരുന്നു സെറ്റിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗീതമാണ്, എളുപ്പത്തിൽ മിങ്കിളാവും. ഇവയ്ക്കായിരുന്നു ഒരു ചെറിയ പ്രശ്നം. പക്ഷെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ മഞ്ഞുണ്ടെങ്കിൽ തന്നെ അത് ഉരുകി തുടങ്ങിയിരുന്നു. ഇവയുടെ ഒരു ഭയങ്കര കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷെ നേരിട്ടുള്ള ലൈഫിൽ ഇങ്ങനെ നമ്മള് കൊതുവിനെ എങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ആ സൗണ്ട് കേട്ട് ബോധം കെട്ട് വീഴും. അങ്ങനെ 5-6 വട്ടം വീണ് ഷൂട്ടിംഗ് ലേറ്റ് ആയിട്ടുണ്ട്. ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു ആളാണ്. പക്ഷെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബോൾഡും ഭയങ്കര സ്ട്രോങ് ഒരു വുമൺ ആയിട്ടാണ്. പക്ഷെ അത് നല്ലൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു.
നമ്മുടെ മലയാളികളിൽ ഒരു കാലത്ത് ആരാധിച്ചിരുന്ന പൂർണിമ ഉണ്ട് സിനിമയിൽ, പൂർണിമ ഭാഗ്യരാജ്. എങ്ങനെയുണ്ടായിരുന്നു അവരുടെ കൂടെ കോമ്പിനേഷൻ സീൻസ്? ഞാൻ സിനിമ കണ്ടിട്ടില്ല. എന്റെ ആക്ച്വലി പേഴ്സണലി പൂർണിമ മാമിനെക്കാട്ടിലും കൂടുതൽ എന്റെ സീൻ മല്ലിക മാമിന്റെ കൂടെ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് സെറ്റിൽ പാനിക് അടിച്ചത് ആ സമയത്താണ്. മല്ലിക മാം വന്നപ്പോ ഒത്തിരി ഗൗരവക്കാരിയൊക്കെ ആയിട്ട് അതല്ല ഒട്ടുമല്ല, അതാണ് അവിടെയാണ് ഐ മീൻ ഷീ സർപ്രൈസ് മീ ബിക്കോസ് മാം വന്നപ്പോൾ ഞാൻ ഇത്ര വലിയൊരു സീനിയർ ആക്ടർ വരുമ്പോൾ എൻ്റെ ഈ പ്രശ്നം കാരണം, മലയാളം പ്രശ്നം കാരണം കുറെ ടേക്ക് ഒക്കെ ആവോ, സമയം എന്നെ ബിക്കോസ് ഓഫ് മീ വേസ്റ്റ് ആവോ എന്നൊരു എനിക്ക് പേടിയുണ്ടായിരുന്നു. ബട്ട് ഐ വോണ്ട് ടു ടെൽ ഹർ ദാറ്റ് ഷീസ് എ സ്വീറ്റ് ഹാർട്ട് ആൻഡ് താങ്ക് യു സോ മച്ച് മല്ലിക മാം. മല്ലിക മാം എന്നെ ഒരു സ്വന്തം മോനായിട്ട് തന്നെയാണ് ആ പടത്തിൽ എന്നെ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. സിദ്ധാർത്ഥന്റെ സംഗീത കാര്യം പറയുകയാണെങ്കിൽ ഇളയരാജ സാറിന്റെ കണ്ടിട്ടുണ്ട്. അതെ അതെ അതെ, അതിന്റെ വിശേഷങ്ങൾ അത് ഇളയ സാർ ഒരു തെലുഗു പടത്തിൽ പാടാൻ എന്നെ വിളിച്ചിരുന്നു. പാട്ട് പാടി, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഐ ഹോപ്പ് ആ പാട്ട് പെട്ടെന്ന് ഇറങ്ങുമെന്ന്. സംഗീത അല്ലെങ്കിൽ ഒരു പാട്ടുകാരന്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നങ്ങളിൽ ഒന്നാണ് ഇളയരാജയുടെ മ്യൂസിക്. അതിലും വലിയൊരു ഷോ ചെയ്യാൻ പോകുന്നുണ്ട് സൗത്ത് ഇന്ത്യയിൽ. ഇവര് മാത്രമേ അതിനകത്ത് പങ്കെടുക്കുന്നുള്ളൂ. NH7 വീക്കെൻഡർ പറഞ്ഞിട്ടൊരു ബാംഗ്ലൂർ റഹ്മാൻ സാറൊക്കെ പെർഫോം ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്കും പെർഫോം ചെയ്യാനൊരു ഭാഗ്യം കിട്ടി. സിദ്ധാർത്ഥ, നമ്മുടെ പ്രേക്ഷകരോട് റോക്ക് സ്റ്റാർ ഇപ്പോൾ ആദ്യം പറഞ്ഞു, നമ്മളത് ഒരു പ്രത്യേക പെട്ടെന്ന് കേൾക്കുമ്പോൾ റോക്ക് സ്റ്റാർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ സംഗീതം ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം, അല്ലെങ്കിൽ അങ്ങനെയുള്ള, അല്ലെങ്കിൽ യുവത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ന്യൂ ആയിട്ടുള്ള പുതിയ തലമുറ ആളുകൾക്ക് വേണ്ടി മാത്രമായിരിക്കുമോ റോക്ക് സ്റ്റാർ എന്നൊരു സംശയം ഉണ്ടാവും. ചിത്രത്തിനെ കുറിച്ച് രണ്ടുപേർക്കും കൂടി എന്താ പറയാനുള്ളത്? എനിക്ക് എന്നോട് പേഴ്സണലി ചോദിച്ചാൽ ഐ തിങ്ക് ദാറ്റ് മോർ ദാൻ യൂത്ത് ഇറ്റ്സ് എ ഫാമിലി എന്റർടൈനർ. എനിക്ക് തോന്നുന്നു ഫുൾ ഫാമിലി പോയിട്ട് കാണാൻ ഈ പടം, കാരണം ഫാമിലി എന്റർടൈനർ ആണ്. യെസ്, മ്യൂസിക് ഇസ് ദെയർ. 7 പാട്ടുണ്ട് ഈ പടത്തിൽ. അപ്പോൾ മ്യൂസിക്കൽ ജേർണിയാണ്, പക്ഷേ ഇറ്റ്സ് എ ഫാമിലി എന്റർടൈനർ. പിന്നെ ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് നമ്മൾ ഫസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ വിചാരിക്കും ഫുള്ളി ഒരു യൂത്ത് ഓറിയന്റഡ് മൂവിയാണ്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ഇപ്പം എൻ്റെ ജനറേഷന്, ഞങ്ങളുടെ ജനറേഷനിൽ ഞങ്ങൾ പല കാര്യങ്ങളും ഭയങ്കര ഈസി ആയിട്ടാണ് എടുക്കുന്നത്. അതിൻ്റെ കുറേ നെഗറ്റീവ്സും ഉണ്ട്, പോസിറ്റീവ്സും ഉണ്ട്. ബട്ട് എന്നാലും എല്ലാ മനുഷ്യരിലും ആ നന്മയും എല്ലാം ബാക്കിയുണ്ടെന്ന് കാണിച്ചു തരുന്ന ഒരു സിനിമയും കൂടിയാണത്. കാരണം നമ്മുടെ ഫാമിലി വാല്യൂസ് ആയാലും, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫായാൽ തന്നെ അവരെങ്ങനെ ആയിരിക്കണം, അവരുടെ ആ ഒരു ബോണ്ടേജ് എങ്ങനെ ഉണ്ടാകുന്നു എന്നത് പ്രോപ്പർലി, കാരണം അതിൻ്റെ കഥ അതാണ്. അതുകൊണ്ട് അത് കൂടുതൽ എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് ആ ബോണ്ടേജ് വരുന്നത് എല്ലാം, അത് പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ അല്ല, ഇനി എപ്പോഴത്തെ ജനറേഷൻ ആയാലും മനുഷ്യൻ്റെ ഒരു ബേസിക് സ്വഭാവമുണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടുതൽ വാല്യൂസ് കൊടുക്കുന്ന ഒരു മനോഹരമായ ഒരു കഥ പറയുന്ന ചിത്രമാണ്. എൻ്റെ പറയുമ്പോഴത്തേക്ക് മസ്റ്റായിട്ട് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ രാജശ്രീ കുറിച്ച് പറയണം. കാരണം അവർ ഫുൾ ടൈം ഒരു റൈറ്റർ ഒരു സെറ്റിൽ അങ്ങനെ വന്ന് എപ്പോഴും നിന്ന് ഒരു ഡയറക്ടർ, ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പോലെ, AD പോലെ വർക്ക് ചെയ്ത് ഫുൾ ടൈം ഉണ്ട്, ഫുള്ളി ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ രാവിലെ ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ സെറ്റ് വരും, എന്നിട്ട് ലാസ്റ്റാ പോകുന്നത്. അങ്ങനെ ഒരു ഫുള്ളി എന്താ പറയുക, സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത്, പുള്ളിക്കാരി എന്ന ഒരു റൈറ്റർ അല്ല ബേസിക്കലി, പുള്ളിക്കാരി ഫെമിലിയിൽ വർക്ക് ചെയ്യുക. ഇവയുടെ സുഹൃത്തും കൂടിയാണ്. അപ്പം അങ്ങനെ എല്ലാം ഒരു എന്താ പറയുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ. പിന്നെ ഒരു പറഞ്ഞ മ്യൂസിക്കൽ എന്റർടൈനർ കൂടി അങ്ങനെയും തന്നെ പറയാം. കാരണം 7 പാട്ടും ഒരു പാട്ടിന് വേണ്ടി നമ്മൾ തിരികെ കയറ്റിയതായിട്ട് ഫീൽ ചെയ്യത്തില്ല. ലൈക്ക് ആ കഥയുടെ കൂടെ ഫ്ലോ ആയിട്ട്, പിന്നെ എല്ലാം നല്ല മനോഹരമായ ഗാനങ്ങളുമാണ്. അപ്പം ഒരിക്കലും എന്താ പറയുക, ഒരു ആ സിനിമയുടെ കൂടെ അതെങ്ങനെ കണ്ടുപോവുക, അത്രയേ ഉള്ളൂ. ഈ സമയം കടന്നു പോകുന്ന അറിയണില്ല. കാരണം എന്താണെന്നറിയോ, സംഗീത ഉള്ളിലുള്ള ഒരാള് സിദ്ധാർത്ഥ്, സംഗീതത്തിന് അപ്പുറത്ത് നന്നായി സംസാരിക്കാൻ പറ്റുന്ന ദിവ്യദർശൻ, എന്ത് ഭംഗിയായിട്ട് സംസാരിക്കുന്നുണ്ടല്ലേ. മുത്തശ്ശൻ വലിയ തിയേറ്റർ ആർട്ടിസ്റ്റും എഴുത്തുകാരനും ഒക്കെ, ഇത് കിട്ടാതിരിക്കില്ല എന്തായാലും. ആദ്യമൊക്കെ ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു, സംസാരിക്കാനൊക്കെ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഈയിടെ ആയിട്ട് ഇപ്പം എനിക്ക് ഇവിടെ ഒരു സ്കാറുണ്ട്. അപ്പൊ സ്കാറിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങിയപ്പോൾ ഒരു ഗുളിക കഴിച്ചു ഡോക്ടർ വന്ന്, അതിനുശേഷം ഭയങ്കര സംസാരം. ആ ഗുളികയുടെ ഒരു പകുതി അത്യാവശ്യമായിട്ട് കൊടുക്കണം. ഒരുപാട് സന്തോഷമുണ്ട് രണ്ടുപേരും ധൂമിൽ അതിഥിയായി എത്തിയതിന്. റോക്ക് സ്റ്റാറിനെ കുറിച്ച് നല്ല റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലായാലും നമ്മൾ കണ്ടിറങ്ങുന്ന സാധാരണക്കാരുടെ ആയാലും നല്ലൊരു അഭിപ്രായം വരുന്നുണ്ട്. ആ അഭിപ്രായം കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ട് പടം നല്ല റോക്കായിട്ട്, അത് റോക്കായിട്ടുള്ള ഒരു സ്റ്റാറും കൂടി വരണം സിദ്ധാർത്ഥ. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഒരു മന്ദാര ചെപ്പുണ്ട് ഒരു 2 മൂളാതെ ഈ ഒരു സംഭാഷണം പൂർത്തിയായില്ലേ.
ലൈൻ. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തീരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. ഈ ലോകത്ത് മറ്റാരെക്കാളും സിദ്ധാർത്ഥിനോട് കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ഞാനായിരിക്കും. എന്റെ ഒരു വയസ്സാവാൻ പോകുന്ന മകനെ കിടത്തി ഉറക്കുന്ന ഒരു പാട്ടാണ്. ഒരുപാട് സന്തോഷം രണ്ടുപേർക്കും. താങ്ക് യു. താങ്ക് യു സോ മച്ച്.